വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ബി.ജെ.പിയുടെ കേരളത്തിലെ ഒരു വളർച്ചയുണ്ടല്ലോ, അത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട കഴിഞ്ഞ കുറെ നാളുകളായി അവർ പ്രധാനമായും താമര വിരിയിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയമൊന്നും അങ്ങനെ മാറ്റി നിർത്തപ്പെടാവുന്നൊരു വിജയമല്ല, ഐതിഹാസികമായ വിജയമായി തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. കാരണം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ വോട്ടുകളാണ് കൂടുതലായി അവിടെ പോയ പശ്ചാത്തലം ഒരുങ്ങിയത്. ഈ ആലപ്പുഴയിലുണ്ടായ വോട്ടിൽ ഉണ്ടായ വർധനവ് നമ്മൾ കണ്ടതാണ്, ആറ്റിങ്ങൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അങ്ങനെ പലവിധ മണ്ഡലങ്ങളിലും സംഭവിച്ചതാണ്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി ഈ ഘട്ടത്തിൽ കാണാനാവില്ല. കാരണം ആ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അവർ നേരത്തെ നടത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. സർക്കാർ വിരുദ്ധ വികാരത്തിനൊപ്പം നിങ്ങളുടെ വോട്ടുകൾ കൂടി പോകുന്ന പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ ബി.ജെ.പി. സെറോണി, നമുക്കറിയാം ഏതൊരു പൊതു തെരഞ്ഞെടുപ്പ് വന്നാലും സ്വാഭാവികമായിട്ടും UDF-നാണ് കേരളത്തിൽ മേൽക്കൈ കിട്ടാറുള്ളത്. പക്ഷെ 2024 ഇത്രയും ആധികാരികമായ ഒരു വിജയത്തിലേക്ക് UDF പോകുവാൻ കാരണം എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാരണം 10ഓളം മണ്ഡലങ്ങളിൽ UDF ജയിച്ചിരിക്കുന്നത് അത് CPM-ന്റെ കോട്ടകൾ എന്ന് പറയുന്ന കണ്ണൂർ ഉൾപ്പെടെ, വടകര ഉൾപ്പെടെ, കാസർഗോഡ് ഉൾപ്പെടെ അവസാന നിമിഷം പോലും CPM ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും UDF വലിയ വിജയം നേടിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവിടെയുള്ള CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം തന്നെയാണ്. പക്ഷെ അത് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് ഡോക്ടർ ജയരാജ് പറയുന്നു, ഇവിടെ മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നമുക്കറിയാം കേരളത്തിലെ 45 ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. രാവിലെ ഉച്ചയ്ക്കും പത്രസമ്മേളനം നടത്തി, വൈകുന്നേരവും പത്രസമ്മേളനം നടത്തി, അതിനിശ്ചിതമായി കോൺഗ്രസിനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിമർശനം മുഴുവൻ ആർക്കെതിരെയായിരുന്നു? കോൺഗ്രസിനെതിരെയായിരുന്നു. എന്നിട്ട് ഇവിടെ ഈ പറയുന്ന നിയമസഭയിൽ എന്താ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി ആകെ വന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, കേരളം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മോദിക്കെതിരെ വോട്ട് ചെയ്തു, അതുകൊണ്ട് കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടി. അല്ലാതെ തങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സത്യസന്ധമായോ വസ്തുനിഷ്ഠമായോ ഒരു പരിശോധന നടത്തുവാനായിട്ട് ഇവിടെ ഇടതുപക്ഷം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവരെ ഒരു കാലത്തും തെറ്റുകൾ തിരുത്തുവാനോ, കാരണം തെറ്റുകൾ വന്നു എന്ന് ചെയ്താലേ മാത്രമേ തെറ്റുകൾ തിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ ഒരിക്കലും അവർ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല. കാരണം എന്താ? കേരളത്തിലെ CPM-ൽ നിന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കേരളത്തിലെ CPM-ൽ നിന്നുള്ളത് പിണറായി ശൈലിയാണ്, പിണറായിസമാണ്. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പിണറായിസമാണ്. കാരണം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയന്റെ അതേ ശരീരഭാഷയും അതേ സംസ്ഥാനവും അതേ ശൈലിയുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ തെറ്റുകൾ അല്ല വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായ ബഹുമാനപ്പെട്ട പുരോഹിത ശ്രേഷ്ഠൻ. അദ്ദേഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ആളാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം എന്ന മുദ്രാവാക്യം തന്നെ ആദ്യം കൊണ്ടുവന്നത്. ആ പുരോഹിതൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് അത് വിവരദോഷിയാണ് അല്ലെങ്കിൽ വിവരദോഷമാണ്. അതിന് നൽകുന്ന മെസ്സേജ് എന്താ? ഈ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യുവാൻ, തെറ്റുകൾ ഉൾക്കൊള്ളുവാനായിട്ട് ഇവിടെ CPM തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, BJP കേരളത്തിൽ വളരുന്നു. കേരളത്തിൽ BJP വളരുന്നതിന്റെ ഒന്നാമത്തെ ഇവിടെ ഉത്തരവാദി എന്ന് പറയുന്നത് CPM മാത്രമാണ്. വേണമെങ്കിൽ തൃശ്ശൂർ ഒരു ഉദാഹരണം മാത്രമായി വേണമെങ്കിൽ കോൺഗ്രസിനെ അടിക്കാൻ വേണമെങ്കിൽ പറയാം തൃശ്ശൂർ. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, 1952 മുതൽ നടന്ന 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ തൃശ്ശൂർ ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. 7 തവണ മാത്രമേ ഒരിക്കലും കോൺഗ്രസിന് ഒരു കോട്ടയല്ല. ഇവിടെ 96,000 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി സീറ്റുകളിലും ജയിച്ചത് ഇടതുപക്ഷമാണ്. അത് ഇടതുപക്ഷം ജയിച്ചത് 1000-2000 വോട്ടിനാണോ? ഈ പറയുന്ന ഓരോ കോൺസ്റ്റിറ്റ്യുവൻസികളിലെ മാർജിൻ നിങ്ങൾ പരിശോധിക്കണം. ഉദാഹരണം പൊന്നൂര്, അവിടെ CPM ഈ പറഞ്ഞ മുഖ്യമന്ത്രി K. രാജൻ ജയിച്ച അല്ല, ഈ തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. ശ്രീ റോണി, തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. DCC പിരിച്ചുവിടേണ്ടി വന്നു. പാർട്ടിക്കാർക്ക് പോലും ബോധ്യമുണ്ടെന്നേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് വോട്ടുകളെല്ലാം ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ഒഴികെ ബാക്കി 19 സീറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണിത്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അല്ല, തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. നമ്മൾ DCC ഓഫീസിൽ കണ്ട അടിബഹളമൊക്കെ നമ്മൾ തത്സമയം കണ്ടവരാണ്. അല്ല, ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ CPM-ന് കിട്ടിയ 1,04,000 വോട്ട് എവിടെ പോയി? ആ കണക്കുകൾ പരിശോധിക്കണ്ടേ? ഈ തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം തൃശ്ശൂരിൽ എന്താണ് ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആലപ്പുഴയിൽ ആരിഫും ശോഭാ സുരേന്ദ്രനുമായുള്ള വ്യത്യാസം കേവലം 44,000 വോട്ട് മാത്രമാണ്. കരുവന്നൂർ എന്തോ
ആലപ്പുഴയിൽ ആരിഫും ശോഭാ സുരേന്ദ്രനുള്ള വ്യത്യാസം കേവലം 44,000 വോട്ട് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെയും നമ്മള് ആറ്റിങ്ങൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട് ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ ഞങ്ങൾ പത്തനംതിട്ട ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മൾ പരിശോധിക്കണം. എവിടെയാണ് കൃത്യമായി തന്നെ BJP വോട്ട് കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM വോട്ടുകൾ കുറയുന്നു, LDF വോട്ടുകൾ കുറയുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കൃത്യമായി അതിന്റെ ഉദാഹരണമാണല്ലോ 110 സീറ്റുകളിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ BJPയും LDF തമ്മിൽ വ്യത്യാസം 6-7 നിയമസഭ മാത്രമാണ്. ഈ ട്രെൻഡ് മുന്നോട്ട് പോയാൽ 2026 കേരള നിയമസഭ ഒരുപക്ഷെ LDF-നേക്കാൾ മുകളിൽ സീറ്റുകൾ BJP നേടിച്ചുകൊണ്ട് ഇവിടെ വരാനുള്ള സാഹചര്യം. അതെല്ലാം കളമൊരുക്കുന്നത് പിണറായി വിജയന്റെ ക്യാമ്പയിനാണ്. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ അറ്റാക്ക് ചെയ്ത് മുഴുവൻ UDF-നെ, അറ്റാക്ക് ചെയ്ത് മുഴുവൻ കോൺഗ്രസിനെ, അറ്റാക്ക് ചെയ്ത് മുഴുവൻ രാഹുൽ ഗാന്ധിയെ. BJP പോലും ഉപയോഗിക്കാൻ മടിച്ച ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് രാഹുൽ ഗാന്ധിയെ നേരത്തെ വിളിച്ച് പേര് നൽകാമല്ലോ എന്ന് പറഞ്ഞു. BJP പോലും ഉപയോഗിക്കാൻ മടിച്ച അല്ലെ BJP പോലും ഉപേക്ഷിച്ച ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കാരണം കൃത്യമായി കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയ ക്യാമ്പയിനാണ് ദേശീയ തലത്തിൽ BJP ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ഈ വയനാട്ടിൽ പതാക വിവാദം ഉൾപ്പെടെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഈ പറയുന്ന പൗരത്വ ഭേദ നിയമം കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ഈ പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ദേശീയ തലത്തിൽ BJP. കേരളത്തിൽ BJPക്ക് വളം വെച്ച് കൊടുത്തത് CPM ആളുകൾ വിശ്വസിച്ചു. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ BJP സമീപനമാണ്. എന്നാൽ അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്താൽ എന്താ തെറ്റിരിക്കുന്നത്? അപ്പോൾ മുഴുവൻ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻസികളുടെ വോട്ടിംഗ് ട്രെൻഡ് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് കൃത്യമായി BJPയിലേക്ക് പോയിരിക്കുന്നത്. തൃശ്ശൂരിൽ ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അവിടെ കോൺഗ്രസിന് വോട്ട് പോയോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള പ്രസക്തിയിൽ അവിടെ സ്ഥാനാർത്ഥി ജയിച്ച ആൾ തന്നെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വിശകലനം അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 21-ലെ പാറ്റേണുകൾ വെച്ച് നോക്കുമ്പോൾ കാരണം വളരെ കൃത്യമാണ്. LDF-ന്റെ സ്വാധീനം പോക്കറ്റുകളിലാണ് കൂടുതലായി ഈ പറയുന്ന BJPയിലേക്ക് വോട്ട് പോയത്.